അതേപോലെ ആ സ്ത്രീയുടെ നെറ്റിയിൽ അദ്ദേഹം അണിഞ്ഞ സിന്ദൂരം, ആ സിന്ദൂരം മായ്ച്ചു കളയേണ്ടി വന്നു. കാരണം തൻ്റെ ഉറ്റവനെ ഇവർ കൊന്നുകളഞ്ഞതിൻ്റെ പേരിൽ അങ്ങനെ വിധവയാക്കപ്പെട്ട ആളുകൾക്ക് അവരുടെ നീതി വാങ്ങി കൊടുക്കാനായിട്ടാണ് നമ്മുടെ പ്രധാനമന്ത്രി മുന്നിലേക്ക് നിൽക്കുന്നതെന്ന് നേരത്തെ തന്നെ പ്രധാനമന്ത്രിയുടെ നിലപാട് അറിയിച്ചു. അങ്ങനെ ആ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി ആ ഒരു ഓപ്പറേഷനും അതേ പേര് തന്നെ ഇട്ടു, ഓപ്പറേഷൻ സിന്ദൂർ. ആരുടെയൊക്കെ നെറ്റിയിൽ നിന്ന് സിന്ദൂര തിലകം മായ്ക്കേണ്ടി വന്നുവോ അവരുടെ എല്ലാവരുടെയും കുടുംബത്തിന് നീതി വാങ്ങി കൊടുക്കാനും ആ മരിച്ചുപോയ ആളുകളുടെ അവരുടെ മറുപടിയായിട്ട് തന്നെ ഇന്ത്യൻ സൈന്യത്തിന്റെ ഓരോ വെടിയുണ്ടയും പാകിസ്ഥാൻ ഭീകരരുടെ മേൽ തന്നെ പതിക്കുകയുണ്ടായി. അതിൽ 100ഓളം വരുന്ന തന്തയില്ലാത്തവരെയാണ് കൊന്നുകളഞ്ഞത്. അത് ഒരുപാട് സന്തോഷിക്കാൻ പറ്റുന്നൊരു കാര്യം തന്നെയാണ്. നമുക്കറിയാം, വളരെ സ്വാഗതാർഹമായൊരു കാര്യം. ഇന്ത്യയിൽ ഇത്രയും സന്തോഷത്തോടുകൂടി ജനങ്ങൾ കണ്ടിട്ടുള്ളൊരു കാര്യം വേറെ ഇല്ല. നമ്മുടെ കൂട്ടത്തിലുള്ള ഇന്ത്യയിൽ കയറി കളിച്ചിട്ട് അവന്മാർ കൊന്നുകളഞ്ഞത് 30ഓളം വരുന്ന ആളുകളെ ആണെങ്കിൽ എണ്ണി 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 അവന്മാരിലുള്ള ഓരോരുത്തന്മാരെയും തീർത്തിട്ടുണ്ട് നമ്മുടെ സൈന്യം. 100ൽ കൂടുതൽ ആളുകളായിട്ടുണ്ടാവും. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടൊരു കണക്കാണ് 100 പേരെന്നുള്ളത്. ഇന്ത്യൻ സൈന്യം എന്നിട്ട് അത് പബ്ലിഷ്